പാവസക്കുട്ടൻ. സമയം എത്രയാണ് ആളു? 1 മണിയാവാറായി. 1 മണിയാവാറായി. എന്നിട്ട് നമ്മൾ നൈറ്റ് ഡ്രൈവിന് പോവാ. ആക്ച്വലി മമ്മേൻ്റെ ഐഡിയ. മമ്മ മൊത്തം ഞങ്ങളെ ഹൈപ്പാക്കി. അന്നേരം മഴ പെയ്തുകൊണ്ട് പറ്റിയില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ നമ്മള് പോവാ. ഏറ്റവും ക്രൈസിയസ്റ്റ് നൈറ്റ് ഡ്രൈവിന് പോകുന്നത്. ചക്കി ബ്ലാങ്കറ്റ് പിള്ളേയൊക്കെ എടുത്തോണ്ടാണ് ചക്കി നൈറ്റ് ഡ്രൈവിന് ഇറങ്ങുന്നത്. വണ്ടിയായിരുന്നു ഇറങ്ങാനാണോ പ്ലാൻ? ഏതോ ഒരു ദുർബല സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു പോയി. ഇത്രയും വലിയ വട്ടത്തരൊക്കെ ആരെങ്കിലും ചെയ്യുമോ? ദൈവം പിള്ളേരെയൊക്കെ പറക്കെടുത്തോണ്ട് ഞാൻ എങ്ങോട്ടാ ഡ്രൈവ് ചെയ്യണ്ടേ? ചക്കിക്ക് നല്ല ഉറക്കം വരണല്ലോ ചക്കി. എല്ലാ ഒന്ന് ഓർത്ത് നോക്കി, നിങ്ങൾ 4 പേരും വണ്ടിയിലിരുന്ന് ഉറങ്ങിയിട്ട് ഞാൻ നെയ്യും തിരിച്ച് വീട്ടിലോട്ട് എങ്ങനെ കയറും? ഉറക്കം വരുവാ. അതുകൊണ്ട് പൊന്നു ഉറക്കം വരുവാണോ? ഓക്കെ. കീ എന്തെന്നാ? കുട്ടി അങ്ങോട്ട് പോവാടാ. നൈറ്റ് ഡ്രൈവിന് പോവാണോടാ? ആണോ? ലൈറ്റ് ഓഫ് ചെയ്യണ്ട കേട്ടോ. അകത്തെ ലൈറ്റ് കിടന്നോട്ടെ. ഞാൻ ചോദിക്കട്ടെ മാളു. കീ ഉണ്ടോ മാള് കയ്യില്? രാത്രി 1 മണിയാണ് ഈ കാണുന്നത്. ഇന്ന് മഴയുള്ള രാത്രി ആയതുകൊണ്ടാണ് ഇത്രയും ഒരു ഇരുട്ട്, ക്ലൗഡി ആയതുകൊണ്ട്. അല്ലെങ്കിൽ നല്ല തെളിച്ചുണ്ടായേനെ. നല്ല കൊതുകുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ. ഡോറടച്ചില്ലേ? കീ ഉണ്ടോ എന്തോ മാളിൻ്റെ ഒന്നുകൂടെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത്. കാരണം ഫില്ലൻ്റിൽ കീ ഇല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. ചക്കി ഡോറ് തുറന്നാ അത് ഉറപ്പായിരിക്കുമല്ലോ. മാളിവിടെ ഓൾറെഡി. അതെ, ചേച്ചിമാരെ അമ്മ ഒരു ദുർബല സാഹചര്യത്തിൽ പറഞ്ഞു പോയതാടാ മോനെ. ചേച്ചിമാരിങ്ങനെ പണി തരും നമ്മ വിചാരിച്ചില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം നൈറ്റ് ഡ്രൈവ് പോകാന്ന് പറയുമ്പോഴേക്കും നൈറ്റിൽ തട്ടുകടയുണ്ട്, അങ്ങനെ എന്തെല്ലാം വെറൈറ്റി കാര്യങ്ങളുണ്ടെന്നറിയോ. പക്ഷെ ഇവിടെ നമുക്കൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എന്തുണ്ട് അണ്ട് പൊന്ന്. അവന്റെ ടവല് എന്ത്? അവന്റെ ടവല് കിട്ടിയായിരുന്നോ? ഒരു ടവല് അവന്റെ കാലയിലോട്ട് വിരിച്ചിട്ടാരെ. ആഹാ, ബ്ലാങ്കറ്റ് ഒക്കെ ആയിട്ടാ വന്നേക്കണം. ഫുൾ ബ്ലാങ്കറ്റ്. കിളികളൊക്കെ സ്റ്റിൽ കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ രാത്രിയിൽ. ഫില്ലൻ്റ് ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ നൈറ്റ് ഡ്രൈവിന് പോകുന്നു. എനിക്ക് മാത്രമാണ് എല്ലായിടത്തും ഈ കുനാഫേന്റെ സ്മെല്ല് കിട്ടണം. ആണോ? ചെറിയൊക്കെണ്ടാണ്. യേശക്കുട്ടിക്ക് ചിരിയൊക്കെ വരുന്നുണ്ടോ? മതി നമ്മൾ മാത്രം റോട്ടില്. ഏർലി മോർണിംഗ് ഡ്രൈവ് അല്ലേ? അതായത് 1 മണി ആവാനായിട്ട് ഇനി ഒരു 8 മിനിറ്റ് കൂടി ഉള്ളു കേട്ടോ. ഓരേ രസം. വെക്കേഷൻ അല്ലേ? ഇതിപ്പോ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവരൊരിക്കലും ഇത് മറക്കാനും പോകുന്നില്ല. ചക്കി മറക്കാൻ പോകുന്നില്ല, മാള് മറക്കാൻ പോകുന്നില്ല, ജോണിക്കുട്ടിയും മറക്കാൻ പോകുന്നില്ല. എസക്കുട്ടിക്ക് ഈ വീഡിയോ കാണുമ്പോ എസക്കുട്ടിക്ക് അത് ഓർമ്മയും വരും അല്ലേ? ആണോ? എന്തോ സന്തോഷം നോക്ക്. ഒരു ദിവസം കൂടെ, അതായത് പപ്പ വരാനായിട്ട് ടെക്നിക്കലി ഒരു ദിവസം കൂടെ ഉണ്ട്. അപ്പം നമ്മള് അങ്ങ് സമയം പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആർക്കും സമയം പോകുന്നില്ല. അപ്പോൾ ഓരോരോ പരിപാടികളൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പറയോ അല്ലേ? ഇങ്ങനെ എതിരെ പോണ്ട? റൈറ്റ് പോണോ ലെഫ്റ്റ് പോണോ? ലോങ് ഡ്രൈവാ? പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടൂല. പെട്രോൾ അടിക്കണം. വെറുതെ പെട്രോൾ നമുക്ക് കത്തിച്ച് തീർക്കണ്ട. ജസ്റ്റ് ഒരു രസം, എന്തെങ്കിലും ഒരു കുഞ്ഞു വൈബ്, കുഞ്ഞൊരു കാര്യം ചെയ്തിട്ട് പോരാ. അത് 1 മണിക്കൊക്കെ ഉടപ്പാതായിരിക്കും ആളുകൾ. നൈറ്റ് ഡ്യൂട്ടി മേബി. ഒരു വഴിയിലൊന്നും ഒരു തിരക്കൂല. അതുകൊണ്ട് ഒരു കാറങ്ങ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ആ ഒരു ജൂര് പോണ ആ ഒരു കാറ് മാത്രം. ചക്കി ക്രേവ് ചെയ്യണ സീസർ സാലഡിനാണ്. പപ്പയുടെ വീഡിയോയ്ക്കകത്ത് പപ്പ ക്രഞ്ചി ചിക്കൻ സാലഡ് കഴിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം ചക്കിക്ക് ഭയങ്കരമായിട്ട് കൊതിയായത്. നമുക്കാണെങ്കിൽ നാളെ രാവിലെ സീസർ സാലഡ് ഉണ്ടാക്കിയാലോ? രാവിലെ അല്ല, ഇപ്പൊ രാവിലെ ആയി. എന്തായാലും നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ ഉച്ചയാവും. അയ്യ
പിന്നെ ആ രാത്രിയോടെ കഴിഞ്ഞപ്പോ പോരും അല്ലേ? അപ്പൊ നമുക്ക് എഴുന്നേറ്റിട്ട് സാലഡ് ആക്കിയാലോ? ചിക്കൻ സാലഡ് ആക്കാം അല്ലേ? പാർമെസാൻ ചീസ് വേണം അതിന്, ലെറ്റ്യൂസ് വേണം. ക്രഞ്ചിനെസ് അതിന്റെ അകത്ത് കിട്ടുന്നത് മറ്റേ ഇതാണോ ബ്രെഡിന്റെ ക്രംസ്, മറ്റേ ക്യൂബ് പോലത്തെ? ഓക്കെ, സവർ ക്രീം ബ്രെഡിന്റെ ക്യൂബ് ഡ്രൈഡ് ആക്കിയത് അതിടും. അത് ശരിയാട്ടോ. പിന്നെ പാർമെസാൻ ചീസ് ആണ് അതിന്റെ അകത്ത് ഇടുന്നത്. നിങ്ങളുടെ ഡേ കെയർ കിട്ടുമായിരുന്നെന്നാ? ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടും, മേടിക്കാനും കിട്ടും, നമുക്കത് ഉണ്ടാക്കാനും പറ്റും. ബേക്ക് ചെയ്തെടുത്ത് എയർ ഫ്രയറിൽ ഇട്ടാലും മതി. അപ്പോൾ നമുക്ക് അതും ഇടാം. എന്നിട്ട് ലെറ്റ്യൂസ്, പിന്നെ അതിൻ്റെ അകത്ത് സാലഡിന് വേണ്ടിയുള്ള സാധനങ്ങളും ചേർത്ത് ഡ്രസ്സിങ് ഓയിൽ, പിന്നെ ആ സീസർ സാലഡിന്റെ ആ ഡ്രസ്സിങ് ആണ് അതിന്റെ പ്രത്യേകത. അത് നമുക്ക് എങ്ങനെയാണെന്ന് റെസിപ്പി നോക്കിയിട്ട് അതും ചെയ്യാം. ഇവിടെ നമുക്ക് നൈറ്റ് ഡ്രൈവ് എന്നും പറഞ്ഞിട്ട് എന്നെ ചാട്ടേ കയറ്റിയിട്ട് ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയത്. എന്നാ വേണ്ടാന്ന് വെച്ച് കഴിയുമ്പോൾ എന്നെ ചാട്ടേ കയറ്റി വണ്ടിയൊക്കെ ഇരുന്ന് കവന്ന് കിടന്ന് ഉറങ്ങണം. ഉറങ്ങാൻ സമ്മതിക്കില്ല, ഒറ്റയോട്ടം ഉറങ്ങി പോകരുത്. എന്തോ അത് ശരി. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞ ഫുഡ് അടിക്കാൻ വേണ്ടി കയറിയതാല്ലേ? നമ്മളങ്ങനെ കഴിക്കാൻ കൊള്ളുകയല്ല. ദാറ്റ്സ് എ ഗുഡ് കിഡോസ്. നമ്മള് നേച്ചർ ബ്യൂട്ടി ആസ്വദിക്കുക, നൈറ്റിലെ ടൗണ് കാണുക. ഓ സോ സാഡ് മോനെ, അത് ഇനഫ് അല്ല. ജോൺകുട്ടി കുറച്ച് സെൻസ് ഒക്കെ കോയിൻസ് ഒക്കെ പറക്കി തരുവാണ്, അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന്, മേടിച്ചു കൊടുത്താൽ മതിയെന്ന്. അപ്പം നമ്മൾ എന്താണ് ജൂലൈ ഒരു മഴയുള്ള രാത്രി 1 മണി. വെളുപ്പാങ്കാലം 1 മണി എന്ന് പറയാറായോ? ഇല്ല, മിഡ് നൈറ്റ് ആണ്. റെപ്ലോത്ത് ബ്രിഡ്ജിലോട്ട് 22 കിലോമീറ്റർ. നമുക്ക് റെപ്ലോത്തിന് പോയായിരുന്നല്ലേ? അവിടെ പോയിട്ട് ആ ബീച്ചില് മറ്റേ വേവ്സ് അടിക്കുന്നതിന്റെ അവിടെ ഇച്ചിരി നേരം ഇരുന്നിട്ട് പോരായിരുന്നു അല്ലേ? കൊതുകുണ്ടാവും. ജോൺകുട്ടിയുടെ ചൂണ്ട എടുത്തിടായിരുന്നു. ഉണ്ടോ? അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു കല്ലിളക്കി മാറ്റുമ്പോ അതിന്റെ അടിയിലും മാത്തവനെ കിട്ടും, ഞാഞ്ഞൂളിലും കിട്ടും. ഞാഞ്ഞൂളിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇരയാക്കി ഇടായിരുന്നു. നടക്കുന്നുണ്ട് കേട്ടോ. അവര് നൈറ്റ് റൈഡിന് ഇറങ്ങിയതെന്ന് തോന്നുന്നു. 1 മണിക്ക് ടൗണിൽ ഒരു മനുഷ്യൻ പോലും, ആകെ 2 പേരെ ഇപ്പൊ നമ്മള് കണ്ടു. ആരുമില്ല കേട്ടോ, ഉറങ്ങിക്കിടക്കുന്ന വാസാട്ടോ. ലൈറ്റ് ഒന്നുമില്ല, കാരണം വണ്ടികളില്ലല്ലോ. അതുകൊണ്ട് സിഗ്നലൊക്കെ ഓഫായി കിടക്കോ. ഇത് ബ്രിഡ്ജാണ്ട് അവിടെയൊക്കെ ഉണ്ടോ. നമ്മയുടെ ഹോസ്പിറ്റൽ ഇങ്ങോട്ട് വന്നിട്ട് എത്ര കാലമായി? ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകുമ്പോഴാണ് നമ്മയുടെ ഹോസ്പിറ്റല്. ഇനി നമുക്ക് റൈറ്റ് പോവാം. ബീച്ചിൽ പോണോ? വണ്ടിയില്ലല്ലോ. അന്ന് ഇവിടുത്തെ ബീച്ചിൽ പോവാം. ഇങ്ങനെ അവിടെ ഫിഷിങ് ഇടാവോന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. അറിയില്ല, ജസ്റ്റ് നോക്കി നോക്കാം. മറ്റിവിടുന്ന് ലെഫ്റ്റ് പോകുന്നില്ല, സ്ട്രെയിറ്റ് പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ ആളുകളുണ്ടാവും, ചിലപ്പോൾ ടെന്റ് അടിച്ച് കിടപ്പുണ്ട്, നമുക്ക് ഇറങ്ങി പോരാവേ. ആളുകൾ ഉറങ്ങുവാണെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ടെന്റ് അടിച്ച് കിടക്കുന്നവരുണ്ടെങ്കിൽ വണ്ടികൾ കിടപ്പുണ്ട്. ഉണ്ടിട്ടോ അവിടെ ആൾക്കാരുണ്ട്. നമ്മൾ ഐസ് ഫിഷിങ്ങിന് കഴിഞ്ഞ പ്രാവശ്യം വിന്ററിൽ വന്നത് ഇതിലായിരുന്നു കേട്ടോ. വിന്ററിൽ നമ്മളൊരു വീഡിയോ ചെയ്തില്ലേ, ഞാനും മിച്ചാനും തന്നെ വന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു വന്നില്ലേ പപ്പ, അതിവിടെയായിരുന്നു. ഇത് അതിന് മേളിലൂടെ വണ്ടി ഓടിച്ചൊക്കെ പോയത്. സൺറൈസ് ഡങ്ക്
ഞാൻ ഡോറ് തുറന്നപ്പോൾ നല്ല തണുപ്പ്, നല്ല കാറ്റ്. നമ്മളാണ് എസ്കുട്ടീനെ സോക്സ് ഇടിച്ചിട്ടില്ല. അപ്പം ജോണിക്കുട്ടിക്കാണെങ്കിൽ ഞാൻ ഫിഷിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നാൽ ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങാമെന്നുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ വണ്ടിയിലിരിക്കുവോ? ജസ്റ്റ് ഫിഷിംഗ് അല്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി നോക്കാം എങ്ങനെയാന്ന്. ഞാൻ കണ്ടിട്ടുണ്ട് ഓസ്ട്രേലിയയില് ചിലവർ രാത്രി ലൈക്ക് മിഡ് നൈറ്റ് ആകുമ്പോൾ അവര് ബീച്ചിൽ വന്ന് സ്വിം ചെയ്തിട്ട് തിരിച്ചു പോകും. സൺറൈസ് ഇതുപോലെ സ്വിം പോലെ. സ്വീഡന് പോകുന്നു ഇവിടുന്ന് റൈറ്റ്. ട്രോപ്പിക് ലാൻഡിൽ നമ്മൾ പോയത് ഇവിടുന്ന് സ്ട്രൈറ്റ്. വാസ വാസ വാസ. എങ്ങോട്ടാ പോണ്ടേ? ഭൂമിക്ക് പോണോ? സ്വീഡന് പോണോ? അവിടെ ക്യാമ്പിംഗ്, വാസ ക്യാമ്പിംഗ് ഒക്കെ ഇവിടെ കേട്ടോ. ഇവിടെ നമ്മൾ പണ്ട് വന്നത് കാരവനുണ്ട്. ഇതിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടോ? ഓർമ്മയുണ്ട് ഒരു സ്ഥലം നിറച്ച് പൂക്കളാണ്, എന്നിട്ട് ഭയങ്കര ഹില്ലാണ്. എന്നിട്ട് നമ്മള് ഇവിടുത്തെ എന്തോ അതുപോലത്തെ സ്ഥലത്ത് വന്നിട്ട് എന്തോ ബർഗർ ഫുൾ ഫാമിലി. നമ്മൾ വാസ ക്യാമ്പിങ്ങിന് സ്ട്രൈറ്റും പോകും. നമ്മൾ ഇതിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് വാസ ക്യാമ്പിങ്ങിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്, ക്യാരവൻ പാർക്ക് ചെയ്തിട്ട്. എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോയി എന്തൊക്കെ സാധനങ്ങൾ എടുക്കാൻ പോയത്. അവൻ ഉറങ്ങാൻ തുടങ്ങി കൊച്ച. അവൻ ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങട്ടെ, അന്നേരം പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഇവനെ കൊണ്ട് ഇറങ്ങാലോ. ഇതാ സിപ്പ് പാർക്ക് അമ്മ പറഞ്ഞേ, ഈ ലെഫ്റ്റ് കാണുന്നത്. ഇവിടെ അമ്മ വന്നെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് കയറുന്നതിന് അതുണ്ടായിരിക്കും. കൊതുക് അന്യായ കൊതുക് കേട്ടോ. നമ്മൾ തുർക്കൂല കൊതുകിന്റെ അത്ര ശല്യം ഉണ്ടായില്ല, ഒരു പുഴുവിനെ പോലും കണ്ടില്ല. പക്ഷെ ഇവിടെ ഭയങ്കര കൊതുക് എന്ന് പറഞ്ഞാൽ അന്യായ കൊതുക് ശല്യം. വേറെ വഴിയുണ്ടോ? ക്രീപ്പി വഴിയായിട്ട് തോന്നുന്നുണ്ടോ? 1 മണി കഴിഞ്ഞു. 1 മണി കഴിഞ്ഞ് 7 മിനിറ്റുമായി. ഇതല്ലേ നമ്മൾ കാരവൻ അടിച്ച പപ്പേന്റെ ഒപ്പം. ഇത് അമേസിംഗ് സ്ഥലമാണ്. എന്റെ നമുക്ക് ഇത് ഇച്ചിരി കൂടി ദൂരെയാണ്. ഇത് ഗോൾഫ് പാർക്ക് കുറച്ചുകൂടെ മുകളിലാണ്. അവിടെ ആക്ച്വലി ക്യാമ്പിംഗ്, വാസ ക്യാമ്പിംഗ് ഇവിടെ കേട്ടോ സ്ഥലം. ഇതിൻ്റെ നമ്മൾ കാരവാൻ പാർക്ക് ചെയ്ത് ഇതിൻ്റെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. നൈറ്റിലൊക്കെ ഓപ്പൺ ആണെന്ന് തോന്നുന്നല്ലേ. ഒത്തിരി പേരുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് അല്ലേ. നമുക്ക് തിരിച്ചു പോയാലോ? ഇച്ചിരി ക്രൈസി ഐഡിയ നമുക്ക് ഫുഡ് കഴിച്ചോണ്ട് കഴിച്ചാലും എന്നാ ഫുഡ് വേണ്ടേ? ഒന്നെങ്കിൽ മറ്റേ വനഹവാസയിലുള്ള മറ്റേ സാൻഡ്വിച്ച് ഇല്ലേ, ഏത് മറ്റേ ഗ്രിൽ സാൻഡ്വിച്ച്. അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് ഞാൻ വനഹവാസയ്ക്ക് ഡ്രൈവ് ചെയ്യണം. അതാണ് ആവശ്യം. അത് പക്ഷെ അവര് കടയടച്ച് പോയിട്ടുണ്ടാവും. അവരിങ്ങനെ ഫുൾ ടൈം ഓപ്പൺ ആയിട്ടിരിക്കും തോന്നുന്നില്ല. പോയി നോക്കണോ? മക്ഡൊണാൾഡ്സ് ഓപ്പൺ ആണെന്ന് അമ്മയ്ക്ക് അറിയാം. പക്ഷെ അമ്മയ്ക്ക് മക്കിലെ മേടിച്ച് കഴിക്കാൻ ഇഷ്ടമില്ല. ലോക്കൽ മറ്റേ അതിലും ഇത് പിന്നെ ഈ മീൽ ബർഗറാണ് അമ്മ പിന്നെയും പ്രിഫർ ചെയ്യുള്ളൂ. 1 മണിക്ക് കടകൾ ഓപ്പൺ ആണ്. പക്ഷെ ABC ഓപ്പൺ ആണെങ്കിൽ അവിടെ ഇല്ല. അത് അമേസിംഗ് ആയിട്ട് സ്വപ്നം പോലെ ഫീൽ ചെയ്യുന്നു. അതിന്റെ സ്വപ്നത്തിൽ ഒരിക്കലും ഓടാൻ പറ്റില്ല. രാത്രി 1:15 കഴിഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമുക്ക് സമയം പോകുന്നില്ല. വണ്ടി വരുന്നുണ്ടോ? അവര് ഷിപ്പിന് പോകാനുള്ളവരായിരിക്കും. അപ്പോൾ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഏർലി മോർണിംഗ് ഷിപ്പ് വരുമല്ലോ, അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. വെക്കേഷൻ ട്രിപ്പ് ടാക്സി ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച പ്രൈവറ്റ് വണ്ടി ആയിരിക്കുന്നത്. നമ്മളിപ്പോൾ തിരിച്ച് വന്ന വഴിയിലൂടെ തന്നെ അപ്പുറത്തേക്ക് പോവാട്ടോ. ടൗണിൽ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ആക്ച്വലി പപ്പ വന്നോടം വരെ ചീറ്റ് ഡേ പോലെയാണേ, ഫുള്ള് ചീറ്റ് ഡേ. എന്നാ എന്തെല്ലാം സാധനം പപ്പയ്ക്ക് നെഞ്ചുവേദന വരും. ഏതിലെയാ? നമുക്ക് പോയി നോക്കാം. അമ്മ പോയിട്ടുണ്ട്. ഫാറോസിലും വീടിൻ്റെ ഹേമിലും കയറിയിട്ടുണ്ട്. അത് 2 അടുത്തടുത്തുള്ള റെസ്റ്റോറൻറ്റാണ്. അല്ല, മമ്മയുടെ വർക്ക് പ്ലേസിൽ നിന്ന് കൊണ്ടുപോയപ്പം അങ്ങനെ നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ട്.
ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. പാട്ട് പാടാവോ? എൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് പാടാവോ? നല്ലൊരു ഒരു മെലോഡിക് ആയിട്ടുള്ളൊരു പാട്ട്. പാട്ട് പാടിയല്ലേ ഞാൻ ബർഗർ മേടിച്ചിരുന്നു. പാടിക്കോ പാടിക്കോ. പാട്ട് പാടിക്കഴിഞ്ഞാലാണ് ബർഗർ കിട്ടുള്ളൂ. എനിക്ക് ബർഗർ ഉണ്ടാവില്ല. എനിക്കൊരു പാട്ട് ഫുൾ ഓർമ്മയില്ല. ഒന്നും പറയാൻ പറ്റില്ല. വേണമെന്നുണ്ടെങ്കിൽ പാടിക്കോ. നല്ല പാട്ട് പാട്. ബേബിക്കൂടി ഇഷ്ടമുള്ള നല്ല പാട്ട് പാട്. രാത്രിയുടെ യാമങ്ങളിൽ വാസയിലെ തെരുവിലൂടെ ബർഗർ അന്വേഷിച്ച് തേരാപാര വണ്ടി ഓടിച്ച് കിടക്കുന്ന അമ്മയും കുഞ്ഞുങ്ങളും. എന്തെല്ലാം വട്ടാലേ. ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നേ. വഴുക്കുറയും പപ്പയില്ല. പപ്പ കറക്റ്റ് ടൈം പപ്പ ഉറങ്ങും. 9 മണി 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പേനെ ചില പാടാ കിട്ടാൻ. പക്ഷെ അങ്ങനെ വേണം. നമ്മൾ കറക്റ്റ് സമയത്ത് ഉറങ്ങണം. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കണം. എന്നാലാണ് നമുക്ക് നല്ലത്. അതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. അതാണ്. നോട്ട് മാക്ഡൊണാൾഡ്സ്. ലെറ്റർ പറയും. എന്നിട്ട് എയോണ്ട് തുടങ്ങണ ഒന്നെങ്കിൽ കൺട്രി അല്ലെങ്കിൽ ആനിമൽ. എന്നിട്ട് ഒരു റാൻഡം ലെറ്റർ ചൂസ് ചെയ്യും. അമേരിക്ക. ആയോണ്ട് തുടങ്ങണ കൺട്രി ഇനി ചക്കി. ആഫ്രിക്ക. ഓസ്ട്രേലിയ. അഹ്ബനാൻമ. ഫിൻലൻഡിലുള്ള ഒരു ടൗൺ സിറ്റി. എല്ലാം മാവില്ല ഇപ്പൊ. അതേലും ഇനി ചക്കി. അഫ്ഗാനിസ്ഥാൻ. സ്കിപ്പ് ആവാ. ടിക് ടിക് 1 അങ്ങനെ 10 വരെ. 1 2 3 നെതർലാൻഡ്സ്. നോർവേ. അത് കുറേ ഉണ്ട്. നോർവേ. ഇനി കൊറേ സിറ്റീസ് ഉണ്ടായിരിക്കും. അല്ല സ്കിപ്പ്. ഇനി അമ്മനിട്ടോ. എന്തായിരുന്നു? വൈ. യമൻ. മമ്മ ഇവിടെ ഫിൻലൻഡിൽ വന്നപ്പോൾ ഫസ്റ്റ് മമ്മയ്ക്ക് ജോലി കിട്ടിയിട്ട് പോയിക്കൊണ്ടിരുന്ന വഴി ഇതായിരുന്നു. ഈ ഏരിയയിലായിരുന്നു. 2010 തൊട്ട് 2015 വരെ ഇവിടെയായിരുന്നു മമ്മ. ഈ റൂട്ടായിരുന്നു മമ്മ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. 2015 അപ്പൊ ഞാൻ ചക്കി ഉണ്ടായ വർഷം കഴിഞ്ഞപ്പോ തൊട്ട് 2015 അല്ല 2018 വരെ. ശരി കേട്ടോ, 2018 വരെ. ജോൺകുട്ടി ഈ ഹോട്ടൽ വലോണിയയിൽ നമ്മൾ പോയത് ഓർക്കുന്നുണ്ടോ? പപ്പയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ഞാൻ പറയാം. എനിക്കറിയാം പക്ഷേ പറഞ്ഞേ. ഇന്തോനേഷ്യ. മമ്മിക്ക് എ കിട്ടും. എ ആണോ? അർജന്റീന. പക്ഷെ അത് എ ആണ്. അത് അർജന്റീന. എ എന്ന് പറഞ്ഞാൽ ഇ ആണോ ഉദ്ദേശിച്ചത്? ഇംഗ്ലീഷ് ലെറ്റർ ഇ ആണോ ഉദ്ദേശിച്ചത്? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. ഇവിടെ ഇത്രയും ഡെവലപ്പ് ആയല്ലേ. നമ്മളിവിടെ മമ്മ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഫോറസ്റ്റ് പോലെയായിരുന്നു ഇതൊക്കെ. ഇവിടെ ഇപ്പോൾ റൗണ്ട് ബോട്ടൊക്കെ ഒന്ന് കുറച്ചുകൂടെ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. നൈസ്.
ഒത്തിരി വർഷം കൂടിയാണ് മമ്മ ഇതിൽ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്ഥലം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സർപ്രൈസ് പോലെ മറന്നായിരുന്നു ഈ വഴികളൊക്കെ. വെയിറ്റ് ചെയ്ത പിള്ളേരെ മമ്മ ഇതിലേക്ക് ഒന്ന് കാണട്ടേടി. ഏതാ ലെറ്റർ ഏതാ? ഏതേലും ഒരെണ്ണം പറ. ഇംഗ്ലീഷ് ലെറ്ററിൽ ഏതാണ്? മമ്മയുടെ പണ്ടത്തെ വർക്ക് പ്ലേസ് കാണണോ നിങ്ങൾക്ക്? എപ്പോഴും ഇതുവഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ മമ്മ ഡ്രൈവ് ചെയ്യില്ലായിരുന്നു, പപ്പയായിരുന്നു മമ്മനെ എന്തും കൊണ്ടുവിട്ടോണ്ടിരുന്നത്. അന്നേരം നിങ്ങളാരും ഇല്ലായിരുന്നു കേട്ടോ. പപ്പ വന്ന സമയത്ത് വെജിറ്റബിൾ അല്ലെങ്കിൽ ഫ്രൂട്ട്. ഒരു മിനിറ്റ്. അപ്പൊ മമ്മ ഈ സ്ഥലം മമ്മയ്ക്ക് മെമ്മറീസ് വരുവാണ്. സോ വെയിറ്റ് ചെയ്തോ. ഓ മൈ ഗോഡ്. മമ്മ ഫസ്റ്റ് വർക്ക് ചെയ്തോണ്ടിരുന്ന ഒരു ഓൾഡ് ഏജ് ഹോം ഇല്ലേ, മമ്മ പറയാറില്ലേ സുൽഗോഡ് സുൽഹാരൻ എന്നൊക്കെ പറഞ്ഞോണ്ട്, അത് കണ്ട് ഇവിടെയാണേ ഈ ലെഫ്റ്റ് സൈഡില്. ഇതുണ്ടോ, ഇത് സുൽഹാർണൻ മമ്മ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇത്. ഓൾമോസ്റ്റ് ഒരു 5 years ഇതായിരുന്നു മമ്മയുടെ വാർഡ്. ഈ കാണുന്നത് സുൽഗോഡ്. എത്ര വർഷം കൂടി എന്ന് പറയാം മമ്മ ഇതിലാ വരുന്നേ. ഇതായിരുന്നു മമ്മയുടെ. പിള്ളേർ ഇപ്പോഴും കളിയിൽ മുഴുകിയിരിക്കുക. ഞാനാണെങ്കിൽ നൊസ്റ്റാൾജിയ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ സ്പ്രെഡായി കിടക്കുവാണ്. ഇവിടുത്തെ 2-3 സെക്ഷനിൽ മമ്മ വർക്ക് ചെയ്തിട്ടുണ്ട്. 2010 തൊട്ട് 2018 വരെ. അത് കഴിഞ്ഞിട്ട് മമ്മ മെയിൻ ഹോസ്പിറ്റലിലോട്ട് പോയത്. എന്നെ പറഞ്ഞ മാളു നമ്മൾ എങ്ങോട്ടാ പോണേന്നുള്ളത് നമുക്ക് തന്നെ അറിയത്തില്ല. അപ്പൊ ചക്കി ചോദിക്കുകയാണ് നമുക്ക് എന്താന്ന് ചക്കി വീട്ടിൽ പോകാൻ അറിയാവുന്ന. എന്നാലും തിരിച്ച് നമ്മള് വീടിന്റെ അഡ്രസ് വെച്ചാൽ മതിയല്ലോ, നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. എന്താ ഉത്സാഹം പിള്ളേർക്ക്. ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് മമ്മ ഇത് കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇത് കണ്ടോ, ഈ യെല്ലോ ഹൗസ് അല്ല, ഈ യെല്ലോ ഹൗസിന്റെ അപ്പുറം ഒരു വൈറ്റ് ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇവിടെയായിരുന്നു മമ്മ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വലിയ ഇതില് അല്ലല്ല, മമ്മ ഇവിടെ കയറിത്തിരിക്കുക. ആ വൈറ്റ് ഹൗസ് കണ്ടോ, വൈറ്റ് ഹൗസ് അതായിരുന്നു മമ്മയുടെ വർക്ക് പ്ലേസ്. ഏതാ? അല്ല, അവിടെ പേഷ്യൻസ് താമസിക്കുന്ന സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല. അമ്മ ജസ്റ്റ് വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട് കയറിയതാ. അതായിരുന്നു 2050 ഇവിടെ വെച്ച ചക്കീനും പ്രഗ്നന്റ് ആകുന്നത്. അത് കഴിഞ്ഞിട്ട് മെറ്റേണിറ്റി ലീവിൽ ഇവിടെ നിന്നാണ് അമ്മ പോകുന്നത്. മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം കാണിച്ച വർക്ക് പ്ലേസിൽ കയറിയത്. എവിടെ? ഇന്ത്യയിലാ. അത് നൈറ്റ് സ്റ്റാഫ്മാരായിരിക്കും. ഇനി എന്നാ ചെയ്യണ്ടേ? നമ്മൾ എങ്ങോട്ടായിരുന്നു പോണ്ടേ? മാളൂനെ മമ്മ പ്രഗ്നന്റ് ആയിരുന്നു ആ വീട് കാണണോ? ആണോ, കണ്ടായിരുന്നോ? കറങ്ങി അവസാനം പിന്നെ നമ്മൾ ഇവിടെ തന്നെ എത്തി കേട്ടോ. ഇവിടെ എന്തോ മാക്ഡൊണാൾഡ്സ് ഉണ്ടെന്നൊക്കെയാണ് പിള്ളേർ പറയുന്നത്. കാറ് പുള്ളപ്പ് ചെയ്തു, അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. സിഗ്നലിൽ ഇങ്ങനെ കിടക്കണം. ഇത്രയും നേരം അങ്ങോട്ട് പോയി ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പോഴാണ് അവര് സിഗ്നലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് തോന്നുന്നു. അപ്പൊ നമ്മള് മാക്ഡൊണാൾഡ്സിലോട്ടേക്കാണ് അടുത്ത നമ്മുടെ പര്യടനം. എന്നതാ വേണ്ടിയ? എന്നാ നഗറ്റ്സ് മതിയോ? ഇതിലെയാ കറക്റ്റ് നമ്മൾ പോകുന്നത്? ഡ്രൈവ് ത്രൂ this one. Okay. How many? എത്ര എണ്ണം വേണം? You want to have 20? Yeah, I can go for 20.
So just give me a moment. I need to check. Yes. What would you want, the normal or spicy? The normal one. Yes, just give me a second. Yes. What? It comes with 3 dips. What 3 dips would you want with it? Garlic. All of them? Yeah. Yeah. Anything else? വേറെ എന്തെങ്കിലും വേണോ? This is just the burger. That be €5 and 25. Yeah. Would you want that? Yeah, I can go for 3. How many? 3 അല്ലാണ്ട്. Yeah, 3. 3. Yeah, thanks. Middle window I heard. Just a second. 1, 2, 3. I think this is the middle one, number 3. പിന്നെ ഒരു നൈറ്റ് ഔട്ട് €30 സ്വാഹ. 3 euro ആഡ് ചെയ്ത് റൗണ്ട് ചെയ്ത് പറഞ്ഞതാടാ. ഹോം മെയ്ഡ് ബർഗർ, ഇമീൽ ബർഗർ അത് നല്ലായിരുന്നു. കാരണം അവർ യൂസ് ചെയ്യണത് കറക്റ്റ് മറ്റേ എന്താണ് റിയൽ ഫ്രഷ് ബീഫ് പാറ്റി ഒക്കെയാണ്. അപ്പം അത് സ്പെഷ്യലാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ആ ഗ്രിൽ പ്ലേസിലുള്ളത് ചിക്കൻ്റെതൊക്കെ ഫുൾ ചിക്കൻ മീറ്റാണ് അതിൻ്റെ അകത്ത്. അപ്പം അതായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഹാപ്പി ആയിരുന്നു. ആക്ച്വലി ഇത് അതുകൊണ്ടാട്ടോ ഒരു ചെറിയൊരു സ്വാഹ എന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല, രസമല്ല. ഇങ്ങനെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം എന്തെല്ലാം വെറൈറ്റി സാധനങ്ങൾ നൈറ്റ് ഡ്രൈവിന് പോയിട്ട് തട്ടുകടയിൽ നിന്ന് ഇറക്കാൻ മേടിച്ചിട്ട് നമുക്ക് ഇവിടെ അങ്ങനെയുള്ള ഓപ്ഷനൊന്നുമില്ല. നമ്മുടെ തട്ടുകട മാക്ഡൊണാൾഡ്സ് ഒക്കെയാണ് 24 hours. നമ്മൾ മറ്റേ കസ്റ്റമറാണ് 6th കസ്റ്റമറാണ് ഈ സമയത്ത് ഈ ദിവസം. Okay, happy waiting. Wait. Yeah, I come with. Yes. Thank you. Yes, thanks. Bye. വേൾഡ് കപ്പിന്റെ ഇതാണല്ലോ. അങ്ങനെ നമ്മള് അത് പ്രാക്ടീസ് ചെയ്യണം 16 ഒക്കെ ആകുമ്പോ തൊട്ട്. അതറിയത്തില്ല, എനിക്ക് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. നമ്മള് മാക്ഡൊണാൾഡ്സിൽ നിന്ന് സ്നാക്ക് ബർഗർ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നമ്മളിനിയിപ്പം ആ സ്ഥലത്തേക്ക് പോവാട്ടെ. നമ്മൾ ആ ഒരു പിള്ളേര് പറഞ്ഞൊരു ബീച്ചിൻ്റെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്കിരുന്ന് വലിയ കാറ്റൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നല്ല ക്ലൗഡുണ്ട്. എന്നെ മാളും നമ്മൾ ഡിക്കി ഓപ്പൺ ചെയ്തിട്ട് ഡിക്കിന്റെ അകത്തിരുന്ന് കഴിക്കും. നമ്മൾ സൺറൈസ് കണ്ടു. സൺറൈസ് 3:30-ക്കാണ്. പക്ഷേ സൂര്യനൊന്നും ഉണ്ടാവും തോന്നണില്ല. കാരണം ഈ ആഴ്ച മൊത്തം മഴയാണ് കാണിച്ചേക്കുന്നത്. 18 ഡിഗ്രി ഒക്കെ ഇവിടെ ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷേ മഴ ആയതുകൊണ്ട് ചിലപ്പം അങ്ങനെ കാണാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയ തണുപ്പും കാറ്റൊക്കെ ഉണ്ടാവും എന്നറിയില്ല. ജസ്റ്റ് നമുക്ക് അവിടെ പോയി ഇരുന്ന് നോക്കാം. ഒത്തിരി ആളൊന്നും കാണില്ലായിരിക്കും, മഴയും ഇതൊക്കെയല്ലേ. അല്ലെങ്കിൽ ഇവിടുന്ന് താഴെ പോയിരുന്ന് കഴിക്കാമായിരുന്നില്ല. അവിടെ ഓർക്കുന്നുണ്ടോ നമ്മളവിടെ പോയത് നിങ്ങള്? ഐ ലവ് വാസ എന്നുള്ള ആ ഒരു സ്ഥലമല്ലേ? എനിക്ക് തോന്നുന്ന സ്ഥലമാണ്. നമുക്ക് പോയി നോക്കിയാലോ? നമ്മളിവിടെയല്ലേ വണ്ടി പാർക്ക് ചെയ്തേ? ആവാന്ത ചെയ്ത സ്ഥലമാട്ടോ ഇത്. പാർക്ക് ചെയ്തിടാം. അവിടെ പോയിരുന്ന് കഴിക്കണമെങ്കിൽ അവിടെ പോയിരുന്ന് കഴിക്കാം. അവിടെയോ? നമുക്ക് ജസ്റ്റ് ഇവിടെ ഇരിക്കാം. ഒരു പോയിട്ടുമില്ല. പുറത്തേക്ക് ഇറങ്ങിക്കോ. അവനോട്ടിരുന്ന് ഉറങ്ങട്ടെ. നമ്മള് അവന്തോ ചെയ്ത സ്ഥലമാട്ടോ. മുഴുവൻ ഫിൻലൻഡും ഉറക്കത്തിലാണ്. നമ്മളിവിടെ വന്നിരുന്ന് ചുമ്മാ രസം. ഡിക്കി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കയറിയിരുന്ന് കഴിക്കാൻ പോവാണ്. കയറിക്കോ. 1 2 3 go. ഫിഷിംഗ് റോഡ് അതവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഫിഷിങ്ങിന് പോകാൻ പറ്റൂല.
ഒരു വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ്. നമ്മൾ ആദ്യം കയറി പോയി നോക്കിയ ബീച്ച് കണ്ടില്ലായിരുന്നോ? ഫസ്റ്റ് ഇറങ്ങിയത് അവിടെ രണ്ടുപേര് കുളിച്ചുകൊണ്ടിരുന്നത്. അത് ഇതിൻ്റെ അപ്പുറയാട്ടോ. കേറി അകത്ത് കയറിയിരുന്നു. കേറിയിരിക്കും, സ്പേസ് കൊടുത്തിരിക്കും. അടക്കണേ എന്തിനാ? തുറന്നിരിക്കട്ടെ. ആ സൈഡിലിരുന്നു. അല്ല, മമ്മ ഇവിടെ നിന്നോ? മമ്മയ്ക്കിടയ്ക്ക് ബേബിനെ നോക്കണമല്ലോ. ബേബിക്കോട്ട് നല്ല ഉറക്കോട്ടോ. നിങ്ങൾ നിങ്ങളുടെ ബർഗേഴ്സ് എടുത്തോ. ടിഷ്യൂ പേപ്പർ ഉണ്ട്. നാട്ടില് നമുക്ക് പോയി തട്ടുകട വൈബ് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ ഒരു വിഷമം നമ്മൾ അറിയാൻ പാടില്ല. അത് കുഴപ്പമില്ലടി മാളു. അത് സാരമില്ലടി. ടേസ്റ്റ് ചെയ്തൊക്കെ നല്ലതാണോ നോക്കിയേ. അത് ചിക്കൻ നഗറ്റ്സ് മമ്മ ഓർഡർ ചെയ്ത. അതവർ ചോദിച്ചായിരുന്നു സ്പൈസിനെസ് വേണോ വേണ്ടയോന്ന്. ഫിൻലൻഡിൽ ഒരിക്കലും നമ്മൾ തനിച്ചാവില്ല. സമ്മറിൽ വന്നു കഴിഞ്ഞാൽ നിറച്ച് നമ്മളെ പൊതിഞ്ഞ് കൊതുകുണ്ടാവും. നിറച്ച് കൊതുകാലേ. കൊതുകിന്റെ സാധനം കൊണ്ട് കത്തിച്ച് വെക്കണമായിരുന്നു. കറക്റ്റ് കൊതുക് കയറിയ അതുകൊണ്ടോ കൊതുകുകൾ പറക്കുന്നുണ്ടോ അല്ലേ. പിന്നെ പിള്ളേർ പറഞ്ഞു ഡിക്കി അടയ്ക്കാൻ. അതിന് നിങ്ങൾ തല്ലിക്കൊന്നോ. ഞാൻ അടച്ചു വെച്ചു, ഡിക്കി അടച്ചു വെച്ചു. പിള്ളേരെ അതിനെ തിരിക്കും. സമയം എത്രയായിരുന്നു നോക്കട്ടെ. കറക്റ്റ് 2 മണിയായിട്ടോ. ഷെയറിങ് എന്നാന്ന് പറഞ്ഞു. പാവേസുക്കുട്ടി ഉറക്കോട്ടോ. കൊതിപ്പിക്കാൻ തന്നെ ഇരിക്കുന്നേ ആണോ? ഫസ്റ്റ് ലൈറ്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് ചക്കയാണെടുത്ത ആദ്യത്തെ പോയിട്ട് അതിനകത്ത് വെജീസ് വെച്ചിട്ടുണ്ടോ? സാലഡ് മാത്രം. വെരി ഹെൽത്തി ആണോ? കഴിച്ചു മമ്മിക്കുണ്ടോ? എൻ്റെ മോള് എന്നെ നോക്കി. ഹെൽത്തി അല്ല സാലഡ്. അതുകൂടെ കഴിക്ക്. ലൈറ്റ് ഓഫ് ആയി പോയോ? ബെസ്റ്റ് മോർണിംഗ് അവർ. വണ്ടി ഓഫ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല. വാവ്. പിള്ളേരുടെ ആഗ്രഹം പോലെ സൺറൈസ് കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. സൈഡിൽ നിന്നൊരു തെളിച്ചമൊക്കെ കാണുന്നുണ്ട്. 2:15 നല്ലതായിട്ട് തെളിച്ചമായി തുടങ്ങിയിട്ടുണ്ട്. എന്തോ പോകാറായി. സെറ്റായോ? വേസ്റ്റുകളെല്ലാം ഇന്നത്തേക്ക് ഇട്ടാ കവറിലോട്ട് ഇട്ടോ. വേറെ ഇല്ലല്ലോ. ഈ ടിഷ്യൂസ് വേണം. ഇറങ്ങി ചോദിക്കട്ടെ. നല്ല ടിഷ്യൂസ് അത് ഇതിൻ്റെ അകത്തിരുന്നുണ്ട്. യൂസ് ചെയ്തത് അതിലോട്ടിടുക. ടിഷ്യൂസ് യൂസ് ചെയ്യാത്ത ടിഷ്യൂ മാത്രം ഇപ്പുറത്തേലും. ഓക്കെ, അപ്പൊ എല്ലാരും തിരിച്ച് അവരവരുടെ. അത് വേസ്റ്റ് അല്ലേടാ? അതോ അതിനത് നീ കഴിച്ചില്ലേ? ഗുഡ് മോർണിംഗ്. നെയിലായിരുന്നത് എന്റെ അതിനകത്ത് ഇത് അടിച്ചതിനെക്കാളും മുന്നേ എനിക്കൊരു കാര്യമുണ്ട് പറയാന്. അല്ല, എനിക്കൊരു കാര്യമുണ്ട്. എന്റെ ഡ്രീമായിരുന്നു. അമ്മ ഇത് ഓപ്പൺ ചെയ്ത് എനിക്ക് കാണിച്ചു തരാൻ.
അപ്പൊ നമ്മള് തിരിച്ച് I am wet, I am hungry. Still, ഇനിയും പാട്ടത് ഞാൻ ടു ഫുള്ളാ. Then I guess I was gonna give you this. Oh, don't be. I am wet, I am hungry. ചക്കി നീ ആക്കിലേക്ക് എന്തോ -20 നമ്മൾ പുറത്തു പോയേക്കുക. ചെറിയ കാറ്റിന് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ നീ? ഇപ്പൊ അസക്കൂട്ടി നമ്മളെക്കാട്ടിലും 2 hours 3 hours കൂടുതൽ ഉറങ്ങിയിട്ടുണ്ട്. സോ അവൻ രാവിലെ എന്താണേലും എഴുന്നേക്കും. ഉറങ്ങാൻ അങ്ങനെയാ എണീറ്റ് വരും. കറക്റ്റ് സമയത്ത് അവൻ ഉറങ്ങും, കറക്റ്റ് സമയത്ത് എഴുന്നേക്കും. അവന്റെ സമയം. അപ്പൊ നമ്മള് പയ്യെ തിരിച്ചു പോവാട്ടോ. ശരിക്കും പറഞ്ഞൊരു ക്വിക്കായിട്ടുള്ളൊരു നൈറ്റ് ഔട്ട് പോലെ പോയല്ലേ. നമ്മള് നേരെ പോയിട്ടങ്ങ് പോയേക്കാല്ലേ. കുടുകുടു റൂട്ടിലൂടെ പോകേണ്ട ആവശ്യമില്ല, ടാറിട്ട റൂട്ടിലൂടെ. അപ്പൊ കുലുക്കം കുറച്ച് കുറഞ്ഞിരിക്കും. 24 hours ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? സാലഡിനുള്ള സാധനം വാങ്ങിയിട്ട് പോകാമായിരുന്നു. വീട്ടിൽ നമുക്ക് സാധനങ്ങളെല്ലാം ഒന്നും ഇല്ലല്ലോ. എന്നെ തന്നെ 24 hours ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഒരു മുയലുകുട്ടൻ. ഓ ഓ, ഒരു മുയല് ചാടി 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 പോണുണ്ടോ? ഫാമിലി അയക്കും. രാത്രി ഒന്നും ഉറക്കമില്ലേ? ഓ, ഇത് ക്ലോസ് ചെയ്തു ഇവിടെ. നമ്മളെന്നെയും ഇല്ലില്ല, പണിയായി. സോറി ഡിയേഴ്സ്, നിങ്ങൾ ലൈഫിൽ ഫസ്റ്റ് ടൈം അല്ലേ ഇത്രയും ലേറ്റ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് നൈറ്റ് ഡ്രൈവ് എന്നുള്ള രീതിയിൽ തന്നെ ഇറങ്ങിയിരിക്കുന്നത്? പക്ഷെ നമുക്കാട്ടെ ഇതൊരു ഭയങ്കര വലിയ കാര്യം. നമ്മൾ ദുബായി പോയപ്പോൾ ഓർക്കുന്നുണ്ട്, മമ്മ പറഞ്ഞില്ലേ നിങ്ങൾ ഉറങ്ങുമായിരുന്നു. മമ്മയ്ക്ക് നൈറ്റ് ഉറക്കം ഇച്ചിരി കുറവായിരുന്നല്ലോ. അപ്പോൾ ആണെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ വിൻഡോയിലൂടെ നോക്കിയപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഷോപ്പിംഗ് മാളായിരുന്നല്ലോ, സൂപ്പർ മാർക്കറ്റൊക്കെ. അതായത് 2:15 സമയത്ത് ഭയങ്കര തിരക്ക്. അപ്പം ഗൾഫിൽ നമ്മൾക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഒരു പുതുമയായിട്ട് ആർക്കും തോന്നുകയല്ലോ. അപ്പം അവിടെയുള്ളവരെ ഇത് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സർപ്രൈസ് ആയി തോന്നി. അന്നേരം അവിടെ അങ്ങനെയാണ്. ഗൾഫിൽ എല്ലാവരും തന്നെ ഷോപ്പിങ്ങിന് പോകുന്നു, സാധനം മേടിക്കണമൊക്കെ നൈറ്റിലാണ്. നമുക്കതൊരു ഭയങ്കര ഒരു പുതിയ അറിവായിരുന്നു കേട്ടോ. ചിലപ്പോൾ അവിടെ ഇച്ചിരി തണുപ്പായിരിക്കും. നൈറ്റ്, കാരണം പകല് ചൂട് കൂടുതൽ കാരണം പുറത്തിറങ്ങാൻ പറ്റിയാലോ. അപ്പം നൈറ്റിലാണ് ഇത് ചെയ്യുന്നത്. നോ റഷ് അല്ലേ? ഒട്ടും ഹറി ആയിരുന്നില്ല, തോന്നുന്ന പോലെ ഫുൾ ഫ്രീഡത്തിൽ. ആകെ പപ്പയെ മിസ് ചെയ്തു എന്നുള്ളൊരു സങ്കടം മാത്രം. നഴ്സിംഗ് പഠിച്ച കോളേജ് ഇതിൻ്റെ അപ്പുറം. അതായത് ഫിൻലൻഡിൽ നഴ്സിംഗ് ഡിഗ്രി ഒന്നുകൂടി എടുത്ത കോളേജ്. നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ലല്ലോ. ഇവിടെ നമ്മൾ ഒന്നുകൂടെ പഠിക്കണമായിരുന്നു. നമുക്കേ അതായത് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ 3 മണിയാവുമല്ലോ ഓൾമോസ്റ്റ്. അപ്പം നാട്ടിൽ 5:30, അതായത് പപ്പ എഴുന്നേക്കുന്ന ടൈമാവും. 5:06 ആകുമ്പോഴേക്കും പപ്പ എഴുന്നേക്കുമല്ലോ. അന്നേരം നമുക്ക് ചെന്നിട്ട് പപ്പേനെ വീഡിയോ കോൾ ചെയ്താലോ? അങ്ങനെ നമുക്ക് വിളിച്ചിട്ട് പറഞ്ഞാലോ? എന്നായിരിക്കും പപ്പയുടെ റിയാക്ഷൻ? ആക്ച്വലി അമ്മയ്ക്ക് ഉറക്കം വരാൻ തുടങ്ങിയായിരുന്നു ഒരു 1 മണിയൊക്കെ ആയപ്പോഴേക്കും. പക്ഷെ നിങ്ങൾ അത്രയും ഇതായിട്ട് പറഞ്ഞു വന്നോണ്ടാണ്, അതായത് 10 മണി തൊട്ട് നിങ്ങൾ പറഞ്ഞു പുറകെ നടന്നുകൊണ്ടാണ് അമ്മ വിചാരിച്ചെന്നെ പിന്നെ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് ഇത് ചെയ്യാമെന്ന്. നമ്മുടെ സ്ട്രീറ്റിലെല്ലാവരും ഒന്ന് ഉറക്കം, എല്ലാ വീടുകളിലും അല്ലേ? വിളിച്ചാലോ വീട്ടിനകത്ത് വന്നോ പ്രൂഫ് ആക്കും, എന്നിട്ട് ഇവിടുത്തെ ടൈമിക്ക് കാണിക്കാലോ. റിയാക്ഷൻ നമുക്ക് വീഡിയോ കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം. വീട്ടിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റൂല. അതെ, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാലോ. സൈഡ് ആവുന്നുണ്ടോ? രാത്രി നമ്മൾ ഉറങ്ങാൻ പോണം. അതുകൊണ്ട് കുറെ നേരം അല്ല, കുറച്ചുകൂടി നേരം പപ്പടം വിടും, കുറച്ചുകൂടി നേരം ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ നമ്മുടെ നൈറ്റ് ഡ്രൈവ് കഴിഞ്ഞു അല്ലേ? ഹാപ്പി? നൈസ് സ്ലീപ്പ്. ഹാപ്പി ഹാപ്പി. അപ്പൊ നമുക്ക് എന്താണ് പറയാനുള്ളത്? ടാറ്റ പറയേണ്ട ആളവിടെ നല്ല സൂപ്പർ ഉറക്കമാണ്.